ഹായ് ഗൈസ്, ഇറ്റ്സ് മീ അനസ് കുർമ. ഞാനേ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഞാൻ കാണുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ ഒരു കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ നമ്മളെ പോലത്തെ മണ്ടന്മാരെ മോട്ടറാക്കും. ആ റോട്ടുമ്മ കൂടെ പോകണമെങ്കിൽ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോസ്റ്റ് ഇടാതെ നിന്നാൽ നമ്മളുടെ സമയം വേസ്റ്റ് ആവുമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ. ഞാനതൊക്കെ കണ്ട് ഞാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് ആ റോട്ടുമ്മ കൂടെ പോകണമെന്ന് നോക്കും വേണം, അവരുടെ നിങ്ങളിലേക്ക് കേൾക്കും വേണം. എനിക്കേറ്റവും ഒന്നുമില്ല. എന്താണ് അവസ്ഥ? ഇവർക്ക് കണ്ടന്റ് ഉണ്ടാക്കിയാൽ മതി. ഭൂമിയിൽ നടക്കുന്നൊന്നും ഇവർക്ക് അറിയണ്ട. ചെറ്റകൾ. എനിക്ക് പിന്നെ ഇതിലങ്ങനെ വല്ലാതെ ആരും കാണാതൊന്നുമില്ല. പക്ഷെ റൂട്ടുമ്മ കൂടെ പോകുന്നതൊക്കെ ഞാനെടുക്കുന്നത് കാണും. ഞാൻ കാണിച്ചുതരാം. ഇതൊക്കെ ഇപ്പോൾ ഒരു നോട്ടം എന്നെ നോക്കിയിട്ട് ഒഴിവാക്കി വരാം നിൽക്കുന്നവർക്ക്. പിന്നെ ഇവർ പറയുന്നതിൽ ചെറുതായിട്ട് കാര്യമൊക്കെ ഉണ്ടാവില്ല. സെൽഫ് കോൺഫിഡൻസ് ഏതായാലും എനിക്ക് ചെറുപ്പത്തിലേ ഉള്ളതുകൊണ്ട് അങ്ങനെ വലിയ ആണല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതിനൊന്നും. പക്ഷേ എന്നാലും ഇത് റിസ്ക് പരിപാടി തന്നെ. ഇവർ പറയുന്ന പോലെ ഒന്നുമല്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. നമ്മളിങ്ങനെ നിൽക്കാൻ പാടില്ല. നമ്മളിപ്പോഴേ പഠിപ്പൊക്കെ ഒഴിവാക്കി ഇപ്പോഴേ ഇതിമൊക്കെ ഇറങ്ങുകയാണ്. ഇതായിട്ട് ഒരു കാര്യമില്ല. എന്തൊക്കെയാണ് കേൾക്കണം? എനിക്ക് പറയാനുള്ളത്, ഉള്ള നൂലാമാലകൾ മുഴുവൻ കണ്ടിട്ട് ഇതിലേക്ക് ഇറങ്ങിയ കുറച്ച് സഹിക്കാൻ പറ്റുമെങ്കിൽ ഇറങ്ങുക. നിങ്ങൾ രക്ഷപ്പെടണമെന്നല്ല ഞാൻ പറയുന്നത്. കുറച്ച് നൂലാമാലകളൊക്കെ സഹിക്കണം, എന്നാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ഊമ്പിപ്പെട്ടു. കാരണം കൺസിസ്റ്റൻസി കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം 4 ആൾ വർത്താനം പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇപ്പോൾ ചിലപ്പോൾ നാളെ ഇട്ടിങ്ങി അടുത്തത് ഇന്ന് കാണാൻ പറ്റില്ല. അയാതി പോക്കാം. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും. അല്ല പിന്നെ കുഴപ്പമില്ല. ഒറ്റ വീഡിയോ തന്നെ മില്യണുകളൊക്കെ അടിച്ച് ഇപ്പോഴും റോട്ടിൽ കൂടെ ആൾക്കാർ പോകുമ്പോൾ നോക്കുക. ഒറ്റ വീഡിയോക്ക് തന്നെ മില്യണുകളൊക്കെ അടിച്ച് ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ മില്യണുകളായാലോ. മില്യണുകളായാൽ പിന്നെ നമ്മൾ നോക്കണ്ട. ഇനി നോക്കിയവരൊക്കെ ഞാൻ. പക്ഷേ ഈ തുടക്ക ടൈമിൽ ഇത് മുന്നോട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ കഴിയാന്നുള്ളത് ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും നമ്മൾ ഇടണം. അത് നിർബന്ധമാണ്. അറ്റ്ലീസ്റ്റ് 1 വീഡിയോ എങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യണം. സോ നമ്മളുടെ ചാനൽ ഇപ്പോൾ എനിക്ക് ഞാൻ ഈ ക്യാമറ വെച്ച് നിങ്ങൾക്ക് കറക്റ്റിൻ്റെ പോസ് ചെയ്യാൻ അറിയാം. ഇതാ എന്നെ കാണില്ല. ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും 28 സബ്സ്ക്രൈബേഴ്സ്. ഇങ്ങനെ നമുക്കൊക്കെ ഒരു ലെവലിൽ ഇങ്ങനെ കാണാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ്, നിങ്ങളൊന്നുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വ്യൂസൊക്കെ ഒന്ന് കയറാനുണ്ട്. കയറിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ വീഡിയോ ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയൊരു 100 വ്യൂസാണ്. അതൊരു 1000-ലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, കയറുന്നുണ്ടോ എനിക്കറിയില്ല. നമ്മൾ ഷോർട്സൊക്കെ ഇടുന്നുണ്ട്, ഒരു ഗ്രാജുവേഷൻ ഉണ്ടാവില്ല. കാര്യം അറിയാലോ, ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടാണ് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ പറയാണ്, കണ്ടൻറ്റ് എന്താണെന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ്. കണ്ടൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്, കണ്ടൻറ്റ് ക്രിയേഷൻസിന് അത്രയും പൈസ കൊടുക്കുന്നത് വെറുതെ ഒന്നുമില്ല. ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അത് വലിയൊരു സംഭവം. അത് അങ്ങനെ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. കണ്ടൻറ്റ് ക്രിയേഷൻ അത് ഭയങ്കര റിസ്കി പരിപാടിയാണ്. ടെക്കി ആണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ഒക്കെ നമുക്ക് പറ്റില്ല. ഒരു 18 കഴിയാണ് ടെക്കി തുടങ്ങണമെങ്കിൽ തന്നെ. ഒരു ടെക്കി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു തരും. ബട്ട് കണ്ടൻറ് ക്രിയേഷൻ അത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. ഞാൻ സ്ഥിരമായിട്ട് 2 ദിവസം വ്ളോഗ് ഇട്ടു. 2 ദിവസം വ്ളോഗ് എന്നല്ല, 2 ദിവസം വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് പിന്നെ വർത്താനം പറയുന്നത് കാണില്ല. നാളെ ഞാൻ എന്ത് പറയുന്നുള്ള ഞാൻ ആലോചിക്കുക. ഇന്ന് പറയാൻ ഇപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ടാ അറിയാം, എനിക്കൊരു ഇതുമില്ല. ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് നിങ്ങളോട് ഞാൻ ഓണാക്കി വർത്താൻ പറയാം. ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ കണ്ടൻറ് ക്രിയേഷൻ ഇത് റിസ്ക്, അത് അത്രയും റിസ്ക്കുള്ള പരിപാടിയാണ്. പിന്നെ കണ്ടൻറ് ക്രിയേഷൻ ചെയ്ത് ഇവിടെ എത്തിയവരൊക്കെ കൺഗ്രാറ്റ്സ്. അത് കുറവൊക്കെ റിസ്ക് എടുത്ത് ആശീർവാദ ടീം അത് വഴി അനാൻസ് ഫാമിലി പിന്നെ ഒറ്റയടിക്ക് മറ്റേ അവർ പടച്ചോനെ ഒരു നമ്മളെ ജീവിതത്തിനൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് കയറിയത് പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഈ സാധനം യൂട്യൂബിൽ തുടങ്ങി ഒറ്റടി പോയതാണ്. അതുപോലെ മറ്റേ ആഷിർ ഒരു 4 കൊല്ലത്തെ ഇതിൽ ഇറങ്ങിയിട്ട് പിന്നെയാണ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കേറ്റെടുത്തത്. സോ ആഷിറോൽക്ക് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റിയ ഫ്രണ്ട്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാം. നിങ്ങൾക്ക് സ്വാഭാവികം ഫ്രണ്ട്സ് ഒരു വീഡിയോക്ക് വെരി ഇമ്പോർട്ടൻസ് ആകും ഫ്രണ്ട്സ്. ആ ഫ്രണ്ട്സുണ്ടായാൽ പെട്ടെന്ന് ക്ലിക്കാവും. കാരണം അവരുടെയും കൂടെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാവും. കാരണം അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഫോളോവേഴ്സ് ഉണ്ടാവും. നമുക്ക് മൊത്തത്തിൽ മടിയാണ്, കാര്യം പറയാം, മൊത്തത്തിൽ മടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ഇതും കൂടി ഇൻട്രോവേർട്ട്. ഇതിൽ വർത്താൻ പറയുന്നത് നോക്കണം, എനിക്ക് നിങ്ങളെ കാണുന്നൊന്നുമില്ല. എൻ്റെ പർപ്പിൾ കവറുള്ള എൻ്റെ റിയൽമി 3 Pro മാത്രമാണ് എനിക്ക് കാണുന്നത്. അല്ല വേറെ ഒന്നും കാണില്ല. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. എനിക്കെന്തും പറയാം. നിങ്ങൾ ഒരാളിൻ്റെ മുമ്പിൽ വന്നത് ഞാൻ ഇക്കൊല്ലത്ത് വർത്താൻ പറയുന്നു വിചാരിക്കണം. പിന്നെ കാണുന്നവരൊക്കെ ഇന്നെ ഇവിടുന്ന് കണ്ടാന്ന് പറയാമല്ലോ. ഭയങ്കര സന്തോഷം. എന്നോട് അങ്ങനെ പറഞ്ഞിങ്ങനെ അങ്ങനെ നാട്ടിലേക്കുള്ളവർ അല്ലാതെ വീഡിയോ കണ്ടിട്ട് വരുന്നുണ്ട്. എന്നെ അവർക്ക് സർപ്രൈസ് ഇന്നെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ വീഡിയോ കണ്ടു വന്നതാണ്. അനസ്കൂർമ്മത്തല്ലേ അങ്ങനെ ചോദിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് വന്ന സർപ്രൈസ് വലുതൊന്നുമില്ലെങ്കിലും ഹൃദയത്തിൽ നിന്നൊരു വലുതുണ്ടാവും, കാണാൻ വലുതുണ്ട്. അങ്ങനെ നമ്മൾ അത്ര ഒന്നും ഇതായിട്ടില്ല. സോ പോപ്പുലറായിട്ടില്ല. നമ്മൾ പോപ്പുലർ ആവുമായിരിക്കാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ ഓൾ. ബൈ.